നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ വചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലോ കുടുംബങ്ങളിലോ വാഹനങ്ങളിലോ ഒക്കെ ഇരുന്നൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ചെവികളിൽ, വീടുകളിൽ ഈ ശബ്ദം മുഴങ്ങുക. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവം ഏറ്റവും നല്ലതുപോലെ ഈ സമയം പ്രയോജനപ്പെടുത്താൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഭാരം, ഓരോ സങ്കടം ചുമന്നുകൊണ്ട് വന്നവരാണ് ഇവിടെയുള്ളവർ. അവർ ചുമന്നുകൊണ്ട് വന്നതൊരു വേദനയാണ്, ഒരു സങ്കടമാണ്, ഒരു ഭാരമാണ്. യേശു പറഞ്ഞു, നിന്റെ ഭാരം നിന്നോട് ചുമക്കാനല്ല പറഞ്ഞത്. നിന്റെ ഭാരം, ജോലിയില്ല, വീടില്ല, പല ഭാരങ്ങളായത്. യേശു പറഞ്ഞു, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. കണ്ണുകളടച്ച് അതൊന്ന് ഏൽപ്പിക്കാമോ? ഇപ്പോൾ കർത്താവിൽ നിന്ന് നിയോഗം എടുത്ത് പ്രാർത്ഥിച്ച 200ഓളം ആളുകളുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നു. വളരെ ദൂരം യാത്ര ചെയ്ത് ഇന്നലകളിൽ ഇവിടെ വന്ന് താമസിച്ച് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ റൂമെടുത്ത് താമസിച്ചൊക്കെ ആ നിയോഗം സമർപ്പിക്കാൻ ഇവിടെ വന്ന ആയിരങ്ങളുണ്ട്. ആ നിയോഗമൊക്കെ ഒരു വേദനയാകാം, ഒരു ഭാരമാകാം. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആരായിരുന്നാലും, എവിടെ ഇരിക്കുന്നവരാണേലും സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിൽ കണ്ടുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട്, ദൈവം ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ എനിക്കും അവകാശമില്ല, അധികാരം തന്നിട്ടില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ്. നിങ്ങളുടെ ഭാരത്തെ, വേദനയെ, പ്രാർത്ഥനകളെ, നിയോഗത്തെ, കുർബാനയിൽ സമർപ്പിച്ച നിയോഗം, ആവശ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കും. വിശ്വാസത്തിൽ അത് സംഭവിക്കട്ടെ, വിശ്വാസത്തിൽ അത് സംഭവിക്കട്ടെ. ആ നിയോഗ പ്രാർത്ഥന ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആ ഒരു സമയം ആ നിയോഗ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നു. നിയോഗ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ 3000ഓളം നിയോഗങ്ങളാണ് ഈ അൾത്താരയിൽ സ്വീകരിച്ചത്. ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ നിയോഗം ഫലപ്രാപ്തിയിലെത്തുവാൻ, അതിൽ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുവാൻ, രോഗങ്ങൾ സൗഖ്യമാകുവാൻ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, യുവതി യുവാക്കളിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ, കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, പുതിയ വഴികൾ തുറക്കുവാൻ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക്, ആ നിയോഗ പ്രാർത്ഥനയിലേക്ക് ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സമർപ്പിച്ച്, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കണ്ടു നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. എല്ലാവരും പാട്ടിന്റെ ഭംഗി നോക്കാതെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനിൽ. പകരം എന്തു നൽകുമെന്ന് പറഞ്ഞ്, പകരം എന്തു നൽകും ഞാനിനി, ക്രൂശിൽ കണ്ടു ഞാൻ നിന്റെ സ്നേഹത്തെ. അതെല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടേ. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച യേശു, ഉയർത്തെഴുന്നേറ്റ എൻ്റെ യേശു, എനിക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ആ കുരിശിൽ എനിക്ക് വേണ്ടി സ്നേഹിച്ച, എന്നെ കരുതിയ നല്ല ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുകൊണ്ട് പാടുകയാണ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹം
സ്നേഹത്തെ പകരം എന്തോ നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും പറഞ്ഞേ? പകരം എന്തോ നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഈ സ്നേഹം, ഈ ദൈവസ്നേഹം ഇന്ന് നിങ്ങളോട് ദൈവം കാണിക്കുന്ന കരുണയാണ്. നിങ്ങൾ രോഗം സൗഖ്യമാകുന്നെങ്കിൽ അത് ഈ സ്നേഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നെങ്കിൽ അത് ഈ സ്നേഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുന്നത് ഈ സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്: അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. ഇതുപോലൊരു സ്നേഹത്തെ നോക്കിയിട്ട് നമ്മളെല്ലാവരും ഒരു തീരുമാനത്തോടെ പറയുകയാണ്: അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. പറഞ്ഞ് അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോ പ്രാർത്ഥനകളിലും ദൈവം ഇടപെടുന്ന, ദൈവം നൽകിയ അവസരം പ്രയോജനപ്പെടുത്തിയവരാണ് നിങ്ങൾ. ദൈവം നൽകിയ സമയം ഒരു സെക്കൻഡ് പോലും കളയാതെ പ്രയോജനപ്പെടുത്തുന്നവരാണ് നിങ്ങൾ. കർത്താവ്, ഈ ജനത്തെ, ഈ പ്രിയപ്പെട്ടവരെ, ഈ ആയിരക്കണക്കിന് ആളുകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൂരെ നിന്നുപോലും വളരെ ആളുകൾ ഇന്നലെ തന്നെ വന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഇരിക്കാനും സ്ഥലമിൽ മതിയാകാത്ത വിധം ആളുകളുണ്ട് എന്നെനിക്കറിയാം. എല്ലാവർക്കും ഇരിക്കുവാൻ കസേരകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കാരണം ദൈവവചനത്തിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഓരോ വചനവും ഒരനുഗ്രഹമാണ്, ഓരോ വചനവും ഒരു വിടുതലാണ്, ഓരോ വചനവും ഒരു സൗഖ്യവും. ആമേൻ. അത് നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എങ്ങനെ നിയമിച്ചിരിക്കുന്നു? കാവൽക്കാരനായി. എന്തിനാണ് കാവൽക്കാരൻ? എന്തിനാണ് നമ്മളൊരു പണമുള്ള ആളുകൾ വീട്ടിൽ കാവലിനായി ഒരു സെക്യൂരിറ്റിയെ നിർത്തും? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിൻ്റെ കാവൽക്കാരാണ്, നിങ്ങളുടെ മക്കളുടെ കാവൽക്കാരാണ്. അതിന് നാട്ടുകാർ നിയമിച്ചവരല്ല, ദൈവം അപ്പോയിന്റ് ലെറ്റർ തന്ന് നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നേ. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം അങ്ങനെ ഒരാളെ അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഏതു പ്രായത്തിലുള്ള ഒരാളാണോ ആ വ്യക്തി എന്ന നിലയിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33:7 പറയുകയാണ്: മനുഷ്യപുത്ര, നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ
കാവൽക്കാരനായി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ഒരു ഭാര്യ എന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാവൽക്കാരിയായിരിക്കും. ഭർത്താവ് എന്ന നിലയിൽ ആ വ്യക്തിയെ, ആ കുടുംബത്തെ നയിക്കാൻ ആ കുടുംബത്തിൻ്റെ കാവൽക്കാരനായിരിക്കും. മനുഷ്യൻ നിയോഗിച്ച കാവൽക്കാരനല്ല, ദൈവം നിയമിച്ച കാവൽക്കാരൻ. ആമേൻ. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കേണ്ട കാവൽക്കാരനാണ് ദൈവം നിയോഗിച്ചിരിക്കുക. അടുത്ത വാക്യം എന്തു ചെയ്യണമെന്ന് പറയുകയാണ്. എൻ്റെ നാവിൽ നിന്ന് വരുന്ന വചനം നീ കേൾക്കുമ്പോൾ, അത് കേട്ട് ഒറ്റയ്ക്ക് കേട്ട് ഓക്കെ പറഞ്ഞു പോകണമെന്നല്ല, നീ അത് കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. നീ അവരോട് പറയണം, ഈ വചനം കേൾക്ക്. ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഒരു വചനം, നീ സമയം കിട്ടുമ്പോൾ അതൊന്ന് കേൾക്കണം. വചനം പറയുവാണ്, നിന്നെ ഞാൻ കാവൽക്കാരനായി വച്ചിരിക്കുന്നു. ആരുടെയൊക്കെയോ ജീവിതത്തെ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട ചില കാവൽക്കാരാണ് നമ്മൾ. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ ഈ വചനം നീ അവരെ അറിയിക്കണം. ഒന്നും കൂടെ വായിച്ചു കേൾക്കുകയാണ്. ബൈബിളുള്ളവർക്ക് നോക്കാം, അല്ലെങ്കിൽ അത് എഴുതി വച്ച് വീട്ടിൽ പോയി ഒന്ന് സൂക്ഷിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വചനം പറയുന്നത്, മാത്യു എന്ന പേരുള്ള ഞാൻ ഉണ്ടേലും ഞാൻ ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹ എന്ന പേരുള്ള ഈ സ്ഥലത്തുള്ള ധ്യാന കേന്ദ്രം ഉണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. എന്നെ ആശ്രയിച്ചല്ല അനുഗ്രഹം ഇരിക്കുന്നത്, ഈ സ്ഥലത്തെ ആശ്രയിച്ചല്ല അനുഗ്രഹം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. ഞാൻ ഉണ്ടേലും ഇല്ലേലും അനുഗ്രഹ ധ്യാന കേന്ദ്രം എന്ന ഒരു പ്രാർത്ഥനാലയം ഉണ്ടേലും ഇല്ലേലും ഉണ്ടായിക്കൊള്ളട്ടെ, ഇല്ലായിക്കൊള്ളട്ടെ, ഞാൻ ഉണ്ടാകട്ടെ, ഞാൻ ഇല്ലാതാകുന്നൊരു സമയം വരട്ടെ, എന്തുവായാലും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഞാനെന്ന വ്യക്തി പ്രധാനപ്പെട്ട ഒരാളല്ല. പക്ഷെ ദൈവം ഇപ്പോൾ നമ്മളെ ചിലർ നിയമിച്ചിരിക്കുകയാണ് കാവൽക്കാരനായിട്ട്. അസനൊന്ന് വായിച്ച ആ വചനം ഒന്ന് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33:7. മനുഷ്യപുത്ര, ഓരോരുത്തരെയും വിളിക്കുക. മനുഷ്യപുത്ര, സഹോദര, സഹോദരി, അപ്പച്ച, അമ്മച്ചി വിളിച്ചിട്ട് പറയാണ്, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ ഒരപ്പൻ എന്ന നിലയിൽ, നീ ഇങ്ങനെയല്ല, ഇങ്ങനെ ജീവിക്കരുത്, മാറി ചിന്തിക്കണം. ഒരപ്പൻ എന്ന നിലയിൽ നിന്റെ വീടിൻ്റെ കാവൽക്കാരനാണ് നീ. മദ്യപിച്ചും കൂട്ടുകൂടിയും തോന്നിവാസമായി എങ്ങനെയും എന്തേലും ആട്ടെ എന്ന് ജീവിക്കരുത്. നിന്റെ വീടിൻ്റെ കാവൽക്കാരനാണ് നീ. നിന്റെ മക്കളെ ഒരു നിലയിലെത്തിക്കാൻ, ദൈവത്തിൽ ആശ്രയിച്ച് വളർത്താൻ ദൈവം നിർത്തിയിരിക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ ഓരോരുത്തരും കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. നമുക്കറിയില്ല, എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി, സ്കൂളിൽ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് അപ്പോയിൻമെന്റ് ലെറ്റർ ഇന്ന് കിട്ടിയതേ ഉള്ളൂ. അതുപോലെ ദൈവം ഈ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരെയും ചില വലിയ കാര്യങ്ങളിൽ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ, നീ വചനം കേൾക്കും. ഇപ്പൊ കേട്ടോണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ സംവിധാനത്തോടുകൂടി നാളെ എവിടെയല്ലോ ഇരിക്കുന്ന ആളുകൾ ഇത് കേൾക്കുമായിരിക്കാം. നീ അത് കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത്, ആ വചനത്തിലൂടെ കേട്ട കാര്യങ്ങൾ, ആ വചനം അവരെ അറിയിക്കണം. നീ ചിലരെ അറിയിക്കണം, നീ അയച്ചു കൊടുക്കണം. നീ ചിലരോട് ഫോൺ വിളിച്ച് പറയണം, ഇങ്ങനെ ഒരു വചനമുണ്ട്, നീ അത് ബൈബിൾ എടുത്തൊന്ന് വായിച്ച് നോക്കിക്കേ. 15 മിനിറ്റേ ഒരാളോട് വർത്താനം പറഞ്ഞുള്ളതിലും ഒരു വചനവേലും അവരോട് പറഞ്ഞു കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചനം നിങ്ങളെ അറിയിക്കുന്നത് ഒരു വലിയ നിയോഗത്തോടെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഈ താഴെ രാവിലെ 5 മണി 5:30 തൊട്ടിരിക്കുമ്പോഴും തലേ ദിവസം ആളുകളെ കാണുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ പറയുകയാണ്, ദൈവമേ, ഈ ജനം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ കൈകളെ, യോഗ്യതയില്ലാത്ത എൻ്റെ കൈകളെ യോഗ്യതയുള്ള ശക്തിയുള്ള ദൈവമേ നിന്റെ കരമാക്കി മാറ്റണമേ. ദൈവമേ, ഈ ആൾത്താരയിൽ കയറി ഈ മൈക്കിൻ്റെ സംവിധാനത്തോടുകൂടി വചനം പറയുമ്പോൾ എൻ്റെ ശബ്ദം ഈ ജനത്തിനത് ദൈവ ശബ്ദമായി മാറണമേ. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് ഞാൻ പറയാനിടയായാൽ
ഒരുത്തരം അവരോട് പറയാനിടയായാൽ എൻ്റെ ഈ ബുദ്ധിയിൽ നിറങ്ങി വന്നൊരു വാക്ക് ഞാൻ പറയരുത് അവരോട്. നിന്റെ ഒരു വാക്കായിരിക്കണം അവർക്ക് ഞാൻ കൊടുക്കുന്ന മറുപടി. നിനക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി എൻ്റെ ബുദ്ധിയിൽ അങ്ങ് തരണം. ഞാനത് അവരോട്, ഞാൻ പറയുന്ന മറുപടി നിന്റെ മറുപടി ആയിരിക്കണം. ഞാൻ പറയുന്ന ഈ പ്രസംഗത്തിലെ ശബ്ദം ദൈവശബ്ദമാക്കി ദൈവമേ മാറ്റണമേ. എൻ്റെ കരങ്ങൾ യോഗ്യതയില്ലെങ്കിലും ദൈവം നിന്റെ കരമാണെന്ന് വിശ്വസിച്ചാണ് ഈ രോഗിയുടെ മേൽ ഞാൻ പ്രാർത്ഥിച്ചത്. ഈ കണ്ണുനീരോടെ വന്ന ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് ഇത് നിന്റെ കരമാണെന്ന് ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ്. എൻ്റെ കരമാണ്, ഞാനത് എൻ്റെ കരം മാത്രമാണെങ്കിൽ അത് വച്ചിട്ട് പ്രയോജനമില്ല. എൻ്റെ ബുദ്ധി ഇവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആളായതുകൊണ്ട് അർത്ഥവുമില്ല. എൻ്റെ കഴിവ് തെളിയിക്കാൻ നോക്കിയിട്ട് കാര്യവുമില്ല. ഞാനിവിടെ നിന്ന് എൻ്റെ കഴിവാ തെളിയിക്കുന്നതെങ്കിൽ അത് കുറച്ചു നേരെ നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിൽ അത് അനുഗ്രഹമായി അത് മാറുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു സഹോദരൻ പറയുക ചെയ്തത്, ധാരാളം ആളുകൾ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് സൗകര്യമില്ലല്ലോ ഇരിക്കാൻ. അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, മഴ പെയ്താലേ ഊത്ത കയറുള്ളൂ. മഴ പെയ്താലേ, നല്ല മഴ പെയ്ത് വെള്ളം പൊങ്ങിയാലേ എന്ത് വരുള്ളൂ? മത്സ്യങ്ങളും കയറി വരുള്ളൂ. നമ്മൾ പറയാം സാധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനം വന്നെങ്കിൽ, ഇവിടെ ആളുകൾ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഈ ചുരം കയറി ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ ദൈവീകമായൊരു അനുഗ്രഹം പെയ്യുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരും വരത്തില്ല, ആരും വരില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്ന രീതിയിലല്ലെങ്കിലും അത്ഭുതങ്ങളുടെ രൂപത്തിലും അടയാളത്തിലും ദൈവം അനുഗ്രഹത്തിൻ്റെ മഴ ഈ ദേശത്ത് പെയ്യിക്കുന്നത് കൊണ്ടാണ് ജനം പ്രാർത്ഥിക്കാനായി ഇവിടെ വരുന്നത്. ദൈവശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് അനേകരെ അറിയിക്കാൻ ദൈവം നിയമിച്ചിരിക്കുന്ന സുഹൃത്താണ്, സഹോദരനാണ്, വ്യക്തിയാണ്. നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ അതും ഒരു പ്രാർത്ഥനയോടെ കുറേ പേർക്ക് കൊടുക്കണം. അതിലൂടെ ആരും ഓരോ വലുതാകാൻ വേണ്ടിയുള്ള ഒരു പണിയാണെന്ന് ചിന്തിക്കരുത്. അയാൾ വലുതാകാൻ വേണ്ടിയല്ല. ഞാൻ ഉണ്ടേലും ഇല്ലേലും, യൂട്യൂബ് ഉണ്ടേലും ഇല്ലേലും, ഈ സംവിധാനം ഒന്നും ഇല്ലേലും, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന വഴികൾ, അനുഗ്രഹത്തിൻ്റെ വഴികൾ എന്താണെന്ന് അറിയണം. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരു വചനത്തിലൂടെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, നമ്മളറിയാം, ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ അയാൾ പറമ്പ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതി നനച്ചുകൊണ്ടിരിക്കുകയാണ്, ജാതി. അപ്പോൾ മോട്ടറടിച്ച്, പുഴയെന്നോ കുളത്തിന്നോ മോട്ടറടിച്ച് വലിയ വണ്ണമുള്ള പൈപ്പിലൂടെ വെള്ളം വന്നൊരു സ്ഥലത്ത് ചാടുന്നുണ്ട്. ഈ കർഷകനായ ഈ മനുഷ്യൻ, ആ വീട്ടിലെ കുടുംബനാഥൻ, ആ വെള്ളം വരുന്ന വീഴുന്ന സ്ഥലത്തുനിന്ന് ഒരു തൂമ്പ കൊണ്ട് ഒരു ചാലുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ജാതിയുടെ ചോട്ടിലേക്കും തുറന്നു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് അവിടെ നിൽക്കും. ഒരു 10 മിനിറ്റ് മിനിമം എൻ്റെ ചിന്തയിൽ 10 മിനിറ്റ് അവിടെ നിന്ന് കഴിയുമ്പോൾ ആ ചുറ്റും വെള്ളം നിറയും. അതിനുശേഷം ആ ചാല് തിരിച്ച് അടുത്ത ജാതിയുടെ ചോട്ട്, ചാലുണ്ട്, അത് ഇലയൊക്കെ മൂടി കിടക്കുകയാണ്. ആ ചാല് ക്ലിയർ ചെയ്ത് അത് റെഡിയാക്കി ഓരോന്നിൻ്റെ ചോട്ടിലേക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം എന്നറിയാമോ? ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളെ ചാല് കീറി ഓരോ കുടുംബത്തിലേക്കും ഓരോ വ്യക്തികളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ മയക്കം പിടിച്ചിരിക്കുന്ന എൻ്റെ കടമ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കിവിടെ വരുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ, വലിയ ഭാരം, പ്രതിസന്ധി, ഇതെല്ലാം മാറാൻ ദൈവത്തിൽ നിന്ന് വന്നു ചേരുന്ന ചില അനുഗ്രഹങ്ങൾ, ആ ഉറവിടത്തിൽ നിന്ന് ചില ചാല് കീറി വിടുകയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും. അതാണ് നിങ്ങൾ പറയുന്നത്, എനിക്കത് അനുഗ്രഹമായി, എനിക്കത് നന്മയായി, എനിക്കതൊരു സന്തോഷമുണ്ടെന്ന്, എൻ്റെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി. ആ അനുഗ്രഹം വന്ന ചാല്. എന്നാൽ ഒരു കാര്യം ഓർത്തേ, ഈ വെള്ളം വീഴുന്ന സ്ഥലത്ത് ആരും ചാലുണ്ടാക്കാനില്ലെങ്കിലോ അത് വീണ് ആ പരന്ന എങ്ങോട്ടേലും ഒഴുകും, എത്തേണ്ടിടത്ത് ചിലപ്പോൾ എത്തില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരണമെന്ന് ആഗ്രഹിച്ച ഒരനുഗ്രഹവും ദൈവമേ നഷ്ടമായി പോകാൻ ഇടയാകല്ലേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. ഒന്നും കൂടെ ആ വാക്ക് പറയാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ അനുഗ്രഹമായി തരാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതെങ്ങോട്ടും പോകരുത്, അതെൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരാം. എനിക്കായി ദൈവം കണ്ടത് വിജയമാകും, നന്മയാകും.
പുരോഗതിയാകും, അഭിവൃദ്ധിയാകും, സന്തോഷമാകും, ശുശ്രൂഷയായിരിക്കും, സാക്ഷ്യമായിരിക്കും. എന്നിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചത് അതൊരാൾക്കും തട്ടിത്തെറിപ്പിക്കാൻ ഇടയാകരുത്. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ നിയോഗങ്ങളിലേക്ക് അത് തിരിച്ചു വിടുകയാണ്. അത് എങ്ങോട്ടേലും പരന്നൊഴുകിയാൽ എവിടെ എത്തില്ല. അത് ചുമ്മാ അവിടെ ഇവിടെ എല്ലാം കിടന്ന്, കുഴിയുള്ളിടത്തെല്ലാം കെട്ടിക്കിടന്ന് അവിടെ ആ മണ്ണിനടിയിലേക്ക് പോകും. അങ്ങനെയല്ല, അത് ഓരോന്നിൻ്റെ ചുവട്ടിലേക്ക്, ഓരോ കുടുംബത്തിലേക്കും അത് വരണം, ഓരോ യുവതി യുവാക്കളിലേക്കും അത് വരണം, ഓരോ തലമുറകളിലേക്കും അത് വരണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ചില ചാല് തിരിച്ചു വിടേണ്ടവരാ നിങ്ങൾ. ഈ കേൾക്കുന്ന വചനം അവരെ അറിയിക്കുമ്പോൾ അവരിലേക്കുള്ള അനുഗ്രഹത്തിന്റെ ചാല് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അങ്ങോട്ട് നേരെ വെച്ച് കൊടുക്കുവാണ് ചില അനുഗ്രഹങ്ങൾ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ചാലുണ്ട്. ആ ചാല് വകഞ്ഞു കൊടുത്താലേ, അതിനകത്തുള്ള കരിയിലയും കമ്പും കല്ലും ഒക്കെ കളഞ്ഞാലേ വെള്ളം സ്മൂത്തായിട്ട് ഒഴുകുള്ളൂ. ചിലപ്പോഴുണ്ടല്ലോ അതിനകത്ത് കരികലയും കമ്പും കല്ലും കിടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹത്തിൻ്റെ ചാലിനകത്ത് പിശാച് കയറി നിന്ന് അതിനെ അടച്ചു കളയും. എന്നിട്ട് അത് അവിടെ കൊണ്ട് തടഞ്ഞേച്ചത് പല ഭാഗത്ത് നമ്മളിലേക്ക് അത് വരത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമെന്താ, പിശാച് കയറി നിൽക്കുന്ന ആ ഒരു തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ അതിനെ വചനം കൊണ്ടെടുത്ത് കളയണം. പ്രാർത്ഥന കൊണ്ട് ആ ചാല് ക്ലിയർ ചെയ്യണം. വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് ആ ചാല് ക്ലിയർ ചെയ്യണം. എന്താ നമ്മൾ ഉത്തരവാദിത്തം അറിയുമോ? വചനം കൊണ്ട് തിന്മ കയറി വരുന്ന ഏതു വാതിലും ജനലും വചനം കൊണ്ട് അടയ്ക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്, വചനം കൊണ്ട് അടയ്ക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ, ദൈവം തരാൻ ഉദ്ദേശിച്ച നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ കയറി വരുവാൻ തുടങ്ങും. പ്രകൃതിയിൽ നിന്ന് പോലും നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വാക്കുകൾ, വചനങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകളും വചനങ്ങളുമായി നിങ്ങളിൽ മാറുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ പ്രസക്തമായൊരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് കൊണ്ടുവരുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. 13 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുവാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ. അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ച് ഒന്ന് ആദ്യമേ അതിൻ്റെ ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിക്കാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോവുകയാണ്. 1-ാമത്തെ വാക്യം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിൽ ഇവർ സന്തോഷത്തോടെയാണോ പോയത് അതോ ദുഃഖത്തോടെയാണോ ഈ പോയത്? ഈ വചനം വായിക്കുമ്പോൾ അറിയാം, യേശുവിൻ്റെ മരണശേഷം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട 2 പേർ, എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടത്തോടെ ഇരിക്കുന്ന 2 പേർ എവിടെ നിന്ന് എങ്ങോട്ട് പോവുകയായിരുന്നു? ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. 14-ാമത്തെ വാക്യം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏതു സംഭവങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരുന്നേ? ഇവർ 2 പേരും പോകുന്നത് നല്ല സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിലല്ല. ഇവരുടെ മനസ്സ് നിറയെ ഒരു വേദനയുണ്ട്, ഒരു സങ്കടമുണ്ട്. ഇവർ പോകുമ്പം ഇവർ തമ്മിൽ സംസാരിച്ചു തന്നെ അറിയാമോ? യേശുവിനെക്കുറിച്ചും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ടോ? ഒറ്റപ്പെടലിൻ്റെ, ശരിക്കും പറഞ്ഞ 2 പേരാ പോകുന്നതിലും ഇവർ ശരിക്കും ഒരു ഒറ്റപ്പെട്ടതുപോലുള്ള ഒരു യാത്രയാണ്. 2 പേർ, വേറെ കുറേ പേരുണ്ട്, പക്ഷെ 2 പേരേ ഉള്ളൂ. ഒറ്റപ്പെടലിൻ്റെ വേദന ആരേക്കാൾ കൂടുതൽ അറിയാവുന്ന ആരാണ്? അതെല്ലാവരും അറിയണം. ഏറ്റവും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചത് യേശുവാണ്. ആണോ അല്ലയോ? ഉദാഹരണം, യേശു 5 അപ്പം 5000 പേർക്ക് കൊടുത്തു. 5000-ത്തിലധികം ആളുകൾ അത് ഭക്ഷിച്ചു. എല്ലാവരും ഭയങ്കര സംഭവമായിരുന്നു, സന്തോഷമായിരുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി. ആ കല്യാണ വീട്ടിലും ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ കണ്ടതാ യേശു പ്രവർത്തിച്ച അത്ഭുതം. യേശു നടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഒപ്പം നിൽക്കുമായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു.
പക്ഷെ യേശുവിനെ പിടിച്ച് ഭരണാധികാരിയുടെ മുമ്പിൽ നിർത്തി ഭരണാധികാരി ഒരു ചോദ്യം ചോദിച്ചു. എന്നാ ചോദിച്ചെന്നറിയാമോ? ചോദിച്ചു, യേശുവിനെ വിട്ടു നൽകണമോ അതോ ജയിലിൽ കിടക്കണ ബറാബാസിനെ വിട്ടു തരണോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആ ഫിലിമിലെങ്കിലും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബൈബിളിൽ വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ആയിരക്കണക്കിന് ആളുകൾ കൈ ഉയർത്തി പറഞ്ഞത് ആരെ വേണമെന്നാ പറഞ്ഞേ? 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ ആ ഭക്ഷിച്ച് വയറ് നിറച്ച പല ആളുകളും അതിനകത്തുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ വന്ന പലരും അവിടെ ഉണ്ട്. അവരാരും ആരെ വേണമെന്ന് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ 5 അപ്പം 5000 പേർക്ക് ഭക്ഷണം കഴിച്ച അതിൽ ഒരാളേലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞോ? ആ പേര് പോലും പറഞ്ഞില്ല. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ജയിലിൽ കിടക്കണ ഒരു ഉപകാരവും ചെയ്യാത്ത വലിയ എന്തോ കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ അടച്ച് കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട് നിർത്തിയിരിക്കുന്ന ബറാബാസിനെ വേണമെന്ന് ചോദിച്ചപ്പം എല്ലാവരും നിന്നത് ആരുടെ കൂടെയാ? ബറാബാസിന്റെ കൂടെ നിന്നു. അന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്നപ്പോൾ യേശു അനുഭവിച്ച വേദനയുടെ പേരാണ് ഒറ്റപ്പെടലിന്റെ വേദന. അതനുഭവിക്കുന്ന ആരൊക്കെയോ, എല്ലാവരും ഉണ്ട് നമുക്ക്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷെ ഒറ്റപ്പെട്ടവന്റെ വേദന, അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്ന വേദന ആർക്കറിയാമത്? യേശുവിനറിയാം. ഈ 2 പേർ ജെറുസലേം എമ്മാവൂസിലേക്ക് പോകുന്നു. അവരുടെ മനസ്സ്, ഇനി 15-ാമത്തെ വാക്യം, അവർ പോയപ്പോൾ എങ്ങനെയാ പോയെന്ന് എഴുതിയിട്ടുണ്ട്. അവർ സംസാരിക്കുകയും പരസ്പരം മിണ്ടുകയും വാദിക്കുകയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചെറിയ വഴക്ക് പോലെ, ചിലത് പറഞ്ഞ് വഴക്ക് പോലെ എത്തും. വാദിക്കുകയും പരസ്പരം സംസാരിച്ച് 2 പേർ വാദിച്ചും വർത്താനം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. യേശുവും അടുത്തെത്തി. യേശുവും എവിടെ എത്തി? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അടുത്തെത്താൻ പാട്. നിങ്ങളുടെ കയ്യിൽ പണവും പ്രതാപവും ജോലിയും സമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ അടുത്തെത്താൻ ഇഷ്ടം പോലെ ആളും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ട് അടുത്തെത്താൻ. നിങ്ങളൊരു പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോഴാണ്, ചില വേദനകളിൽ നടന്നു നീങ്ങുമ്പോഴാണ്, എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് പോകുമ്പോഴാണ് ആരും അടുത്തു വരാത്തത്. എന്നാൽ ഈ 2 പേർ വിഷമിച്ചും സങ്കടത്തിലും പോകുമ്പോൾ അടുത്ത് എത്തി എന്നാ എഴുതിയിരിക്കുന്നു. 100 മീറ്റർ അപ്പുറത്ത് നിന്ന് ഇമാരെങ്ങോട്ടാ പോകുന്നേ നോക്കിയെന്നല്ല, അടുത്തു വന്നു. സങ്കടപ്പെടുന്നവന്റെ, മനസ്സിൽ പ്രയാസം അനുഭവിക്കുന്നവന്റെ, പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കുന്നവന്റെ അടുത്തു വരുന്ന, അടുത്തെത്തുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ അത് കാണണം. എൻ്റെ അടുത്തേക്ക് ഇന്ന് വരുന്നൊരു ദൈവമുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ അടുത്തെത്തി. അടുത്ത് നിൽക്കേണ്ടവർ പോലും പലപ്പോഴും അകന്നാ നിൽക്കുന്നത്. അവരൊക്കെ ഒന്ന് അടുത്ത് നിന്നായിരുന്നെങ്കിൽ. അടുത്ത് നിൽക്കേണ്ടവർ പോലും 10 മീറ്റർ അകലം പാലിച്ച് ഒരു ഡിസ്റ്റൻസ് വെച്ചാ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരകലവും പാലിക്കാതെ അടുത്ത് നിന്നൊരു ദൈവത്തെ കണ്ടോ? ഈ ദൈവം ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ അടുത്തും വരും. ഇന്ന് വച്ച ഓരോ പ്രാർത്ഥന നിയോഗങ്ങളിലും ഈ ദൈവം അത് കാണും. അടുത്തെത്തി. കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തെത്തി. അടുത്തതോ? അവരോടൊപ്പം യാത്ര ചെയ്തു. ആരോടൊപ്പം? ഈ 2 പേരുടെ അവിടെ ഒപ്പം എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ. സനുവ് നോക്കി, ഒപ്പം എന്നൊരു വാക്കുണ്ടോന്ന്. അവരോട് ഒപ്പം. ഈ ഒപ്പം നിൽക്കാനൊന്നും എല്ലാവരെയും കിട്ടിയല്ല കേട്ടോ. വാചകടിക്കാനും വർത്താനം പറയാനും വീരവാദം പറയാനും ഞങ്ങളുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ ആൾക്കാരാ, ഇതൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. ഇതില്ല. ഏത്? ഒപ്പം നിൽക്കാൻ. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഒപ്പം നിൽക്കും. എപ്പോഴാ ഒപ്പം നിൽക്കാത്തത്? നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പം എത്ര പേരൊപ്പം നിൽക്കുന്നൊരു ഡയറിയിലെടുത്ത് എഴുതി വെക്കണം. ഇപ്പം വിളിച്ച അന്നേരം വരാൻ വണ്ടി ആളും അർത്ഥമുണ്ട്. പക്ഷെ ഒപ്പം നിൽക്കേണ്ടവരൊന്നും എപ്പോഴും ഒപ്പം നിൽക്കണമെന്നില്ല. അതാരായാലും ഇത് സത്യമാണ്. ഹല്ലേലൂയ. എന്നെ ഈ ഒരു ക്യാമറയിലൂടെ ചിലപ്പോൾ അങ്ങ് എവിടെയോ ഇരിക്കണ ഒരാള് ചിന്തിക്കും, ഇപ്പം ദൈവം എൻ്റെ ഒപ്പമൊന്നും ആരുമില്ല, എനിക്കാരും ഇല്ലല്ലോ.
നീ പോലും കാണാതെ നിന്റെ ഒപ്പം നിൽക്കുന്നൊരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലരും ഉണങ്ങിപ്പോകാഞ്ഞ്, കഴുത്തേലോട്ട് ആ കയറിടാഞ്ഞ്, വിഷമെടുത്ത് വായിലോട്ട് ഒഴിക്കാഞ്ഞ്, പലപ്പോഴും നമ്മുടെ നിലയും എല്ലാം നഷ്ടപ്പെട്ടു പോയ സമയമുണ്ട്. മരിച്ചാലോ എന്നങ്ങ് അകത്തുനിന്നൊരു ചിന്ത കയറി ബുദ്ധിയിലേക്ക് വരുന്നൊരു സമയമുണ്ട്. അപ്പോഴൊക്കെ എന്നറിയോ പിടിച്ചു നിർത്തിയത്? എന്നറിയാമോ? പിടിച്ചു നിർത്തിയത് ബാങ്കിൽ കിടക്കുന്ന 1,00,000 രൂപയൊന്നും അല്ല പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ അവിടെ നിൽപ്പുണ്ട്, അതല്ല, അവരുടെ മുഖമല്ല. ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ഒപ്പം ആരുണ്ടൊപ്പം? ഒപ്പം. ഇത് പ്രസംഗ വിഷയമല്ല, ധ്യാന വിഷയമാണ്. പ്രസംഗ വിഷയമായിട്ട് കേട്ടാൽ അറിയില്ല, ധ്യാന വിഷയമാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ദൂരെ നിൽക്കാൻ ഹായ് പറയാൻ എല്ലാവർക്കും പറ്റും. ഹായ് പറയുന്നവരെല്ലാം നമ്മുടെ വാട്സപ്പിൽ എത്ര ബന്ധങ്ങളുണ്ടോ അവർക്കൊരു ഹായ് അടിച്ചു നോക്കി തിരിച്ചു വരും ഹായ് എന്ന്. പക്ഷെ ഒപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നത്തിൽ നിന്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. രണ്ടു പേരുടെ ഈ യാത്രയുടെ ഒപ്പം 10 മീറ്റർ 100 മീറ്റർ നിന്ന് അപ്പുറത്തെ റോട്ടിൽ കൂടെ നിരീക്ഷിച്ചു കൊണ്ടെന്നല്ല, ഒപ്പം. ആ വാക്ക് ഗൗരവം ഉള്ളതാണ്. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എൻ്റെ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ജീവിത പങ്കാളി പോലും മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ തളർന്നു പോയവരില്ലേ? മക്കൾ പോലും സ്നേഹം കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, എല്ലാം കൊടുക്കാൻ പറ്റുന്നതിനപ്പുറം കൊടുത്തു വളർത്തിയ മക്കൾ പോലും നേരെ തിരിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ തളർന്നു പോയൊരു മനസ്സില്ലേ പലർക്കും? സഹായിക്കുമെന്ന് കരുതിയ ഒരു മനുഷ്യക്കുഞ്ഞും സഹായിക്കാതിരുന്നപ്പോൾ വല്ലാതെ വിഷമിച്ചില്ലേ? അപ്പോഴും ഒപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഒപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട്. കൂടെ നിന്നു, ഒപ്പം നിന്നു. 2 വാക്കുണ്ടോന്ന് ഒന്നും കൂടെ വായിക്കുകയാണ്. ആ വാക്ക് അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ, പ്രാർത്ഥിച്ചോണ്ടൊന്നും അല്ല ഈ കൂട്ടർ പോയത് പോലും. പ്രാർത്ഥിക്കുക, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തൊക്കെയോ പഴയ കാര്യങ്ങളും ഇന്നലെ നടന്ന കാര്യവും സംഭവിച്ച കാര്യവും എല്ലാം വാദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കൊക്കെ പോയത്. എന്നിട്ട് പോലും ദൈവം അവരുടെ കൂടെ നിന്നു. ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരും പ്രാർത്ഥനയെ വിമർശിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകാം, അല്ലെ കേൾക്കുന്നവരുണ്ടാകാം, അകലെ നിന്ന് ഇത് കേൾക്കുന്നവരുണ്ടാകാം. നിങ്ങളും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ ഇതിനോ എന്തൊക്കെയോ പറഞ്ഞ് വാദപ്രതിവാദവും അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ വിഷമത്തിൽ ദൈവം എന്നിട്ട് പോലും നിങ്ങളുടെ കൂടെ നിൽക്കും. എന്നിട്ട് പോലും നിങ്ങളുടെ ഒപ്പം നിൽക്കും. ഒന്നും കൂടെ വായിക്കുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തേക്ക് വന്നു. എന്നിട്ടോ അടുത്തെത്തി അവരോടൊപ്പം. 2 വാക്ക് ഈ ഹൃദയമാകുന്ന ഡയറിക്കകത്തൊന്ന് എഴുതി വെക്കണം. അടുത്തു വന്നു അവരോടൊപ്പം യാത്ര ചെയ്തു. അപ്പോൾ എത്ര കിലോമീറ്റർ, എത്ര ദൂരം യാത്ര ചെയ്തു? 60 സ്റ്റേഡിയോൺ ദൂരം പോയി. അത്രയും ദൂരം ഒപ്പം നിന്നു. 10 മിനിറ്റത്തേക്കോ 5 മിനിറ്റത്തേക്കോ അല്ല ഒപ്പം നിന്ന്. ആശുപത്രി രോഗിയായി കിടക്കുന്ന ഒരാളെ വന്നേച്ച് കണ്ടേച്ച് എന്തെങ്കിലും ഒരു ഭക്ഷണമോ ഒരു പഴവർഗവും തന്നേച്ച് എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞ് പോയ പോലെ അല്ല തിരിച്ചു പോയത്. അവരുടെ ഒപ്പം 60 സ്റ്റേഡിയോൺ ദൂരം വരെയും ഒപ്പം നിന്നു. ഒപ്പം നിൽക്കുകയും ഒപ്പം നടക്കുകയും കൂടെ നിൽക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ ദൈവത്തെ മനസ്സിൽ കണ്ടൊന്ന് സ്നേഹത്തോടെ ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനമാ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം എന്നാൽ 16-ാമത്തെ വാക്യമാണ്. എന്നാൽ അവനെ തിരിച്ചറിയാൻ, അവനെ കൂടെ നിന്നിട്ട് പോലും അടുത്ത് നിന്നിട്ട് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. കണ്ണ് കാണത്തില്ലെന്നല്ല, അവർ നടന്നു പോകുമ്പം തപ്പിയൊന്നുമല്ല, കണ്ണ് കാണാം. പക്ഷെ അവരുടെ അകക്കണ്ണൊക്കെ വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. അടുത്ത് നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം ദൈവം നമ്മുടെ അടുത്ത് നിൽക്കുന്ന സമയമാണ്.
നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിക്കും. എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി മാറും. അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി മാറും. അത് നിന്റെ രോഗത്തിന് സൗഖ്യമായി മാറും. അത് നിന്റെ പ്രതിസന്ധികൾക്ക് വിടുതലായി മാറും. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ. എവിടെയായിരുന്നാലും അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. കർത്താവ് ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ ഇവിടെയുള്ള ഈ ജനത്തിൻ്റെ ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരിന് കാരണമായ ചില പ്രാർത്ഥനകളാണിത്. ഇന്ന് ഏകദേശം 180ഓളം ആളുകളാണ് നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചത്. എന്ന് പറഞ്ഞാൽ അവരുടെ നിയോഗം എൻ്റെ കയ്യിൽ തന്ന നിയോഗ പ്രാർത്ഥന സ്വീകരിച്ചത്. നാളെ മുതലുള്ള 31 ദിവസങ്ങൾ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ വ്യാഴാഴ്ച നടക്കുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ തന്ന നിയോഗത്തെ എടുത്തു പിടിച്ച് 2.5 മണിക്കൂർ 6:30 മുതൽ 8:30 വരെ പ്രാർത്ഥിക്കും. രാവിലെ ചൊല്ലുന്ന ജപമാലയിൽ ആ നിയോഗം വീണ്ടും എടുക്കും. കുർബാനയിൽ ആ നിയോഗം വയ്ക്കും. ഇങ്ങനെ ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല, അതിനുവേണ്ടി മുഴുവൻ സമയം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട് ഇവിടെ. ഇതാ ഈ നിമിഷങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള പ്രതിസന്ധികൾ മാറാൻ പ്രാർത്ഥിക്കുന്നു, രോഗികളുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, വലിയ തകർച്ചയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള മനുഷ്യരുടെ പ്രയാസങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കുടുംബം തകർന്നവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷ നഷ്ടപ്പെരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലി തടസ്സം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ സങ്കടങ്ങളെ മാറ്റണമേ, രോഗങ്ങൾ സൗഖ്യമാകണമേ, അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, മടുപ്പ് കൂടാതെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. ഈ നിയോഗത്തിന്റെ മേൽ ദൈവശക്തിയുടെ അഭിഷേകം ഇറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നീ കനിവാ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ചോടവാ, സാധ്യമാക്കിയിടണമേ. വചനത്താൽ ചേർത്ത് വെച്ച്, വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ, സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകണമേ, മാധ്യസ്ഥമേകിടണമേ. വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ, സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകണമേ. മാധ്യസ്ഥമേകിടണമേ. ഇന്ന് നിയോഗം എടുത്തിട്ടുള്ളവരെയും കഴിഞ്ഞ ആഴ്ചകളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും ആ നിയോഗത്തെയും എല്ലാം ഒന്ന് ഓർത്ത് 33 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം 11 പ്രാവശ്യമാണ്. എൻ്റെ കൂടെ ഒന്നാമത്തെ നിയോഗത്തെ നിങ്ങൾ മനസ്സിൽ കണ്ട് അത് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, അങ്ങന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, അങ്ങന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ,
അങ്ങന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച ആ നിയോഗത്തെ ഒന്ന് കൊടുക്കാമോ? ഹല്ലേലൂയ. ഈ ജനം സമർപ്പിച്ച നിയോഗത്തെ ഏൽപ്പിക്കുന്നു. ഈ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്റെ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് ഇപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ രണ്ടാമത്തെ നിയോഗത്തെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ അങ്ങനെ രണ്ടാമത്തെ നിയോഗത്തെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ളതാ. മൂന്നാമത്തെ നിയോഗം നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. ഓൺലൈനിലൂടെ ഇത് കാണുന്നവർക്കും ഒരുപക്ഷെ വീടുകളിൽ ഇരുന്നായിരിക്കും ഈ നിയോഗ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കാം. മൂന്നാമത്തെ നിയോഗം കരങ്ങൾ പരമാവധി ഉയർത്തിപ്പിടിച്ച് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെയുള്ള അടുത്ത് നിൽക്കുന്ന മുമ്പിലും പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി കൂടി അത് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കിപ്പോൾ സാധിച്ചു തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കിപ്പോൾ സാധിച്ചു തരണമേ. എൻ്റെ യേശുവേ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കിപ്പോൾ സാധിച്ചു തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. എൻ്റെ യേശുവേ, എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കിന്ന് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒന്നും അറിയാത്തവരെ പോലെ 17-ാമത്തെ വാക്യം. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? ആരാ ചോദിച്ചത്? ഇവർ സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ അവർ പിടിച്ചു, ബന്ധിച്ചു, അവർ കുരിശിൽ തറച്ചു, കൊന്നു. ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചും വാദിച്ചുകൊണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പം യേശു തന്നെ ചോദിക്കുക, എന്തുവാ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവരുടെ സംശയം, ഇനി ഒരു